ഇന്നൊരു പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ബ്രെഡ് വെച്ച് പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ കുറേ പേര് ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് ഉണ്ടാക്കാൻ തോന്നിയത്. അശ്വതി പ്രണീൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ പിസ്സ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്കും ഉണ്ടാക്കാൻ ഒരു കൊതി വന്നത്. അങ്ങനെ ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി, അത് നല്ല വിജയകരമായി. ഒരു 4-5 ബ്രെഡ് പൊടിച്ചു വെക്കണം, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ ക്യാപ്സിക്കം, ഉള്ളി, തക്കാളി, പിന്നെ പിസ്സ സോസ്, അതൊക്കെ ഞാൻ ആ വീഡിയോയിൽ കണ്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് 2 മുട്ട പൊട്ടിച്ച് ബീറ്റ് ചെയ്ത് അതിലോട്ട് പെപ്പറും ഉപ്പും ഇടുക. എന്നിട്ട് ഈ ബ്രെഡ് പൊടിച്ചതും ആവശ്യത്തിന് പാലും ഇട്ട് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി നോക്കിയിട്ട് അത് ഓയിൽ തടിയ പാനിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ അങ്ങ് വേവിക്കുക. എന്നിട്ട് തിരിച്ചിടുമ്പോൾ കുറച്ച് ഒന്ന് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറയില്ലേ, അത് വേണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ മേലെ പിസ്സ സോസ് ഒഴിക്കുക. എന്നിട്ട് ഏറ്റവും ബോട്ടമിലായിട്ട് കുറച്ച് ചീസ് സ്ലൈസ് ഇടണം കേട്ടോ. മൊസറല്ല ചീസാണ് വേണ്ടത്, എൻ്റെ കയ്യിൽ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ ചീസ് ഇട്ട് പിന്നെ വെജിറ്റബിൾസും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കനും പിന്നെ അതിൻ്റെ ടോപ്പിൽ കുറച്ചുകൂടി ചീസ് സ്ലൈസ് ഇട്ടിട്ട് വീണ്ടും കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെച്ചാൽ നമ്മൾ പിസ്സ റെഡിയാണ്. ആ ചീസൊക്കെ അങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. അത് ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. പ്ലേറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് ഒരു അടപ്പിലാണ് ഞാനത് മാറ്റിയത്. മറ്റൊരു ബ്രെഡ് സ്ലൈസിലേക്ക് പിസ്സ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അന്നേരം അതിൽ ചീസൊന്നും മെൽറ്റ് ചെയ്യാണ്ട് ബ്രെഡ് നല്ല കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇത് പക്ഷേങ്കിൽ സൂപ്പറാണ് കേട്ടോ. നല്ല പിസ്സ കഴിച്ച് ശീലമുള്ളവർക്കാണെങ്കിൽ ഈ പിസ്സ കഴിച്ചാൽ എന്തായാലും ഇഷ്ടമാവും. ഒരു പ്രാവശ്യം ഞാൻ ഓൾറെഡി ഉണ്ടാക്കിനി, രജി വരുന്ന ആ സമയം നോക്കി ഉണ്ടാക്കിനി ഒരു രാത്രി. ആൾ വരാൻ ലേശം ലേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ചൂട് തണിഞ്ഞു പോയിനെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം ഉണ്ടാക്കി ചൂടോടെ തന്നെ കഴിച്ചത്.